ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഗവൺമെൻറ്റിനോടാണ് നന്ദി പറയുന്നത്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഗവൺമെൻറ്റാണ്. ഒരു സിംഗപ്പൂർ സിറ്റിസൻ്റെ വാക്കുകളാണ് ഞാൻ ഷെയർ ചെയ്തത്. 65 വയസ്സ് കഴിഞ്ഞിട്ടും ആഴ്ചയിൽ 5 ദിവസവും മുടക്കെടുക്കാതെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു 65 വയസ്സുകാരൻ്റെ വീഡിയോ, അദ്ദേഹം ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ അദ്ദേഹം കാണിക്കാം. കാണുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും ഒരു ബോസ് ബോളിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന 3 കിലോൻ്റെ മെഡിസിൽ ബോൾ കൂടി കൈ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർക്കൗട്ട് കാണുമ്പോൾ എളുപ്പമാണ്, എന്നാൽ പോലും ഈ ഒരു ഏജിൽ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റെബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ വീഡിയോ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിഫൻസ് സർവീസ് എടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. സിംഗപ്പൂർ എന്ന രാജ്യത്ത് പുരുഷനാണെങ്കിൽ 18 വയസ്സ് തീരുമ്പോൾ സിവിൽ ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസ് സർവീസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അപ്പോൾ ആ സർവീസിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു മെൻ്റൽ, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് ഞാൻ ഇപ്പോഴും ആ പഠിച്ചെടുത്തിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളതെന്ന് പറയും. 18 വയസ്സ് വരെ ഞാൻ ഒരു രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്തിരുന്നില്ല. അതിനുശേഷം അപ്പോൾ ആ ഒരു കിട്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊണ്ട് മാത്രം അതൊരു ഹാബിറ്റായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു ട്രെയിനർ എന്ന രീതിയിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമുക്ക് ഈ ഒരു ഏജിലും അദ്ദേഹത്തിൻ്റെ പോലത്തെ ആളുകളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കിട്ടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൊട്ടീനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ടൈമിലാണ് സ്ട്രിക്റ്റ്. ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്നുള്ളതൊരു ഭാഗം ഉണ്ടെങ്കിലും ടൈമിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ആ പ്രോപ്പർ ടൈം ആൻഡ് അല്ലെങ്കിൽ ആ ക്വാളിറ്റിയുള്ള ഫുഡ് എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് എത്ര ബിസി ഷെഡ്യൂളാണെങ്കിൽ പോലും ആ പ്രോപ്പർ ടൈമിൽ ഞങ്ങൾ ഫുഡ് എടുത്തിരിക്കും. അത് ഞങ്ങളൊരു ശീലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും എനിക്ക് സിംഗപ്പൂർ സിറ്റിസൺസിനെ പല ആളുകളിലായിട്ട് എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, യോഗ സെക്ടറിലായാലും അല്ലെങ്കിൽ ഫിറ്റ്നസ് സെക്ടറിലായാലും. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ലീൻ മസിൽ മാസ് നന്നായി കീപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ബൾക്കിനേക്കാൾ കൂടുതൽ നല്ല രസമുള്ള മസിൽസിനെ കീപ്പ് ചെയ്യുന്നവരാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല ലീൻ മസിൽസ് എപ്പോഴും കീപ്പ് ചെയ്യും. അത് എന്നും ഒരു റുട്ടീനിലൊന്നല്ല അവർ പോകുന്നത്. ഒരു ദിവസം സൈക്ലിംഗ് ആണെങ്കിൽ സ്വിമ്മിങ് ആയിരിക്കും, ചിലപ്പോൾ വാക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ ക്ലബിൽ വന്ന് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തു പോകുന്നവർ. ഭൂരിഭാഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരൊരു ഹാബിറ്റാണ് എന്തിലെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്ത് അവർ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഭയങ്കര രസമാണ്. അവരുടെ ബോഡി സ്ട്രക്ചർ, പോസ്റ്ററൊക്കെ ആണ് ഭയങ്കര ഭംഗിയാണ്. മാത്രമല്ല ഭയങ്കര സ്ട്രെങ്ത്താണ് ബോഡി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു സിവിലിയൻസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എത്രമാത്രം വാല്യബിൾ ആണ് ഓരോ സിവിലിയനും, ആ സിവിലിയൻസ് ഒരു വെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷനറിയാണ് ആ ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ടുള്ള നമ്മുടെ പോലത്തെ രാജ്യത്തിന് അത്തരം ചലഞ്ചസ് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണെന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലും നമുക്കൊരുപാട് നല്ല വിങ്ങുകളുണ്ട്. NCC, NSS, അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അങ്ങനെ വിങ്ങുകളുണ്ടല്ലോ. അപ്പോൾ അത്തരം കുട്ടികളെ തീർച്ചയായിട്ടും ഒരു കോളേജ് കാലഘട്ടത്തിൽ ഒരു ഷിഫ്റ്റിംഗ് വരുന്നത് ഒരു ടീനേജിൻ്റെ സമയത്താണല്ലോ. ആ ക്യാരക്ടർ ചേഞ്ച് വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും കോളേജുകളിലെങ്കിലും NCC, NSS പോലുള്ള കാര്യങ്ങൾ നിർബന്ധമാവാൻ, അല്ലെങ്കിൽ അത്തരം കുട്ടികളെ കൂടുതലും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു വെൽത്തി ആയിട്ടുള്ള സിവിലിയൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.